രാത്രി പതിവ് ഫോൺ കോളിലാണ് അവർ. രണ്ടുപേർക്കൊരു ചമ്മലുണ്ട്. റോസമ്മേ, ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. നേരത്തെ നിന്റെ ഇന്നർ ഞാൻ പിടിച്ചില്ലേ, അതറിയാതെ പറ്റിപ്പോയതാ, അവൻ ചമ്മലോടെ പറഞ്ഞു. കുഴപ്പമില്ല, അവൾ പറഞ്ഞു. എന്നോട് പിണക്കില്ലല്ലോ, പിന്നെ എന്തിനാ ഓടിപ്പോയത്, അവൻ ചോദിച്ചു. പെട്ടെന്ന് എന്തോ പോലെ അവൾ നാണത്തോടെ പറഞ്ഞു. പിന്നെ, അവൻ ചോദിച്ചു. പിന്നെന്താ, അവൾ മറുപടി പറഞ്ഞു. വേറെ ഒന്നുമില്ലേ പറയാൻ, അവൻ കൊഞ്ചി. ഇല്ലല്ലോ, അവൾ ചിരിച്ചു. ഇനി ദിവസങ്ങളുള്ളൂ കേട്ടോ ഞാൻ പോകാൻ. ഉമ്മ വന്ന് പാക്കിങ് തുടങ്ങും. പിന്നെ നീയും ഞാനും ലോങ് ഡിസ്റ്റൻസ്. ആമി പറഞ്ഞപ്പോൾ തന്നെ റോസിയുടെ മുഖം വാടി. മിണ്ടാട്ടം ഇല്ലല്ലോ പെണ്ണിന്, അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പേടി തോന്നുന്നു അമ്മി, ഇത്രയും ദൂരം നിൽക്കുമ്പോൾ. ഞാൻ എങ്ങനെ നിന്നെ കാണുക? ഞാൻ ഈ മണർക്കാട് പള്ളിയും ഏറ്റുമാനൂരും അപ്പുറത്ത് ഒന്നും കണ്ടിട്ടില്ല. കോട്ടയത്തിൻ്റെ അപ്പുറത്ത് ഒരു ലോകം പോലെ എനിക്കറിയില്ല. അവളുടെ ശബ്ദം ഇടറി. എൻ്റെ പെണ്ണ് എന്തിനാ വരുന്നത്? ഞാൻ വരില്ലേ നിന്നെ കാണാൻ? ഭൂമിയുടെ ഏതറ്റത്താണെങ്കിലും നിന്നെ തേടി അമീർ വന്നിരിക്കും. ഇതെൻ്റെ വാക്കാ, അവൻ പറഞ്ഞു. അവളുടെ ഹൃദയം സന്തോഷ നിർവൃതിയിൽ തുടികൊട്ടി. കുറച്ചുനേരം കൂടി സംസാരിച്ച ശേഷമാണ് അവൻ ഫോൺ വെച്ചത്. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ചെറിയൊരു ഗുഡ്സ് വണ്ടിയിൽ അവരുടെ സാധനങ്ങളെല്ലാം കയറ്റി വെക്കുകയാണ്. പപ്പയും അന്ന് വന്ന അമ്മയുടെ അമ്മാവനും കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മച്ചി ഉമ്മയോട് സംസാരിക്കുകയാണ്. ഇന്നിവർ പോകുന്നത് കൊണ്ട് മാത്രമാണ് പള്ളിയിൽ പോകാതെ ഇരുന്നത്. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു അയൽക്കാരെ കിട്ടി. അവർ പിരിയുന്ന സങ്കടത്തിലാണ് അവർ. അമ്മ കൂടെ സാധനങ്ങൾ വണ്ടിയിൽ എടുത്തു വെക്കുന്നുണ്ട്. അവനിട്ട കുപ്പായം ആകെ വിയർത്തിരിക്കുന്നു. അവൻ മനഃപൂർവ്വം അവളെ നോക്കുന്നില്ല. ഒരു നോട്ടം കൊണ്ട് പോലും സംശയം തോന്നരുത് എന്ന് അവന് നിർബന്ധമായിരുന്നു. ഉമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പരിഭവം പറയുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകൾ മുഴുവൻ അമീറിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ അധികം സംസാരിച്ചിരുന്നില്ല. പഠിക്കാനുള്ള തിരക്കും മറ്റുമായിരുന്നു. ഇപ്പോൾ എല്ലാം പെട്ടെന്നായ പോലെ. ഇങ്ങനൊരു ദിവസം മുന്നിൽ കണ്ടതാണ്. പക്ഷേ എന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അമീറിൻ്റെ അവഗണന പോലും തനിക്ക് താങ്ങുന്നില്ല. അവൾ വേഗം മുഖം പൊത്തിക്കൊണ്ട് തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അമീർ അത് വ്യക്തമായി തന്നെ കണ്ടു. അവൻ തൻ്റെ ഉമ്മയെയും അമ്മാവനെയും നോക്കി. ഞാൻ എൻ്റെ ഒരു ബുക്ക് റോസിന് വായിക്കാൻ കൊടുത്തിരുന്നു. ഞാൻ അത് മേടിച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം റോസിൻ്റെ വീട്ടിലേക്ക് കയറി. സ്റ്റെപ്പുകൾ അവൻ ഓടുകയായിരുന്നു. വാതിൽ തള്ളി തുറന്നു കയറിയതും കണ്ടു കട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്. അവൾ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. അവൻ കുറച്ചുനേരം അവളെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. ഒറ്റ നിമിഷം കൊണ്ട് അവൻ ഓടിപ്പാഞ്ഞ് ആ പെണ്ണിനെ ഉടുമ്പോലെ കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചു. മുഖം മുഴുവനും ചുംബനം കൊണ്ട് മൂടി. എന്നെ ഇട്ടിട്ട് പോവല്ലേ അമ്മി, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. പോവാൻ ഇഷ്ടമായിട്ടാണോ റോസേ? ഞാൻ എന്താ ചെയ്യുക വേറെ? കോളേജ് പോലും കഴിഞ്ഞിട്ടില്ല, ജോലി പോലും ആയില്ല. നിന്നെ സംരക്ഷിക്കാനും കൂടെ കൂട്ടാനുള്ള ശേഷി എനിക്കില്ല ഇപ്പോൾ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റും. നീ കാത്തിരുന്നാൽ മതി. എനിക്ക് വേണ്ടി നീ കാത്തിരുന്നാൽ ആരോട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ചതിക്കില്ല. എൻ്റെ പടച്ചോനാണ് സത്യം. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ പറയുമ്പോഴേക്കും അവൻ കിതച്ചു പോയിരുന്നു. അവൾ അവനെ നോക്കി നിന്നു. ഒരു പാവം 19 വയസ്സുള്ള പയ്യൻ. ശരീരം കൊണ്ടും മനസ്സിൻ്റെ പക്വത കൊണ്ടും തന്നെക്കാൾ ഒരുപാട് മുതിർന്ന ആൾ. തനിക്കുള്ള അതേ വിഷമം അവനുമുണ്ട്. അവൻ്റെ നനഞ്ഞ കൺപീലിയിൽ അവൾ കാൽകുത്തി നിന്നുകൊണ്ട് ചുംബിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവൾ ചോദിച്ചു. അറിയില്ല, കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെയാ തോന്നി, അവൻ ചെറുചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മൂക്കുകൊണ്ടുരസി. ഈ മണം എനിക്കെന്ത് ഇഷ്ടം അറിയോ? ഇനി ഈ സ്മെൽ അടുത്തൊന്നും കിട്ടൂല അല്ലേ? അവൾ ചോദിച്ചു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു അത്തറിൻ്റെ കുപ്പി അവൾക്ക് കൊടുത്തു. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന അത്തറാണ്. വാപ്പിയും ഞാൻ അജ്മീർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാ. ഇപ്പോൾ ആര് പോകുന്നുണ്ട് പറഞ്ഞാലും അവരെ കൊണ്ട് ഇതേ സാധനം വാങ്ങിപ്പിക്കും. നീ ഇതെടുത്തോ, എൻ്റെ ഓർമ്മയ്ക്ക്. ഞാൻ ഉപയോഗിച്ചതിൻ്റെ പകുതിയാ, പുതിയതല്ല. കുഴപ്പമുണ്ടോ? അമീർ ചോദിച്ചു. അവൾ അതെടുത്ത് മൂക്കിൽ അടുപ്പിച്ചു മണത്തു. അമീറിൻ്റെ മണം തന്നെ. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇത് മതി, നീ ഉപയോഗിച്ച കുപ്പി തന്നെ മതി, അവൾ പറഞ്ഞു. എനിക്കെന്താ തരാൻ പോകുന്നത്? അവൻ ചോദിച്ചു. ഞാൻ എന്താ തരിക? എൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മി, അവൾ വേദനയോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് തൻ്റെ ഫോണിലൊരു സെൽഫി എടുത്തു. ഇത് മതി, ഇത് ധാരാളം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും, അവൾ പറഞ്ഞു. നിന്റെ ഈ ഹൃദയമുണ്ടല്ലോ. അവൻ അവളുടെ വലതുമാറിലായി ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. ഇവിടെ ഈ അമീർ മാത്രമേ പാടൂ. എനിക്ക് പകരമെന്ന ഒരു ചിന്തയെ നിന്റെ ഉള്ളിൽ പാടില്ല. എന്തായാലും എന്നെങ്കിലും ഇതാരെങ്കിലും അറിയും. അപ്പോഴും നീ ഇതേ സ്ട്രോങ്ങിൽ നിൽക്കണം. നിങ്ങൾ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയാൽ മാത്രമേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടി. അതുകൊണ്ട് എനിക്ക് വേണ്ടത് നിന്റെ ഹൃദയം തന്നെയാണ്, പിന്നെ നിന്റെ വാക്കും, അവൻ പറഞ്ഞു.
അമി, നിനക്കെന്നെ വിശ്വാസമില്ലേ? എപ്പോഴും ഇത് തന്നെ പറയുന്നേ, അവൾ പരിഭവത്തോടെ പറഞ്ഞു. വിശ്വാസം ഉണ്ടല്ലോ. എൻ്റെ ജീവൻ തന്നെ നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോകുന്നത്. ഫോൺ വിളിച്ചാൽ എടുക്കണം, തിരക്കാണെങ്കിൽ മെസ്സേജ് ഇടണം, എല്ലാം പറയണം, അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. തൽക്കാലം എന്തെങ്കിലും ബുക്ക് തായോ, നിന്റെ കയ്യിൽ എൻ്റെ ബുക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. താഴെ പോയില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് കയറി വരും, അമി പറഞ്ഞുകൊണ്ട് മേശപ്പുറത്തുള്ള മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം വേഗം കയ്യിലെടുത്തു. അവൻ അവളെ വലിച്ചു. അവൾ വാതിൽ തുറക്കാൻ നിന്നതും പെണ്ണ് വീണ്ടും പുറകിലൂടെ കെട്ടിപ്പിടിച്ച് ഷർട്ട് നനയിച്ചു. എൻ്റെ ഷർട്ട്. പെണ്ണെ, കരയല്ലേ, എനിക്കും വലിയ കൺട്രോളില്ല. നീ കരഞ്ഞാൽ ഞാനും കരയും, വീട്ടുകാർക്കും മനസ്സിലാവും, പ്ലീസ്, അമീർ അവളെ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. കരഞ്ഞു ചൂന്നു നിൽക്കുന്ന പെണ്ണിനെ നോക്കി അവൻ്റെ മനസ്സലിഞ്ഞു. ഉണ്ടൂസേ, ഞാൻ ഒന്ന് ഉമ്മ വെച്ചോട്ടെ? ചിലപ്പോൾ ഇനി അടുത്തൊന്നും ഉമ്മ വെക്കാൻ പറ്റില്ലെങ്കിലും അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിൽ തന്നെ അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞതും അവൻ ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ പൂവിതളുകൾ നുകർന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ കവളിൽ കൂടി അവൻ്റെ ചുടുകണ്ണീർ കണങ്ങൾ ഒഴുകി. ചെറുതായി അവളുടെ ചുണ്ടിൽ ഒരു കടി കൊടുത്തുകൊണ്ട് അവൻ പതിയെ വിട്ടു. മതി, ഇനി നിന്നെ നോക്കിയാൽ ശരിയാവില്ല, അവൻ വേഗം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ വേഗം മുഖം തുടച്ച് വൃത്തിയാക്കി താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആ ഗുഡ്സ് വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ടെടുത്തു. അമീറും ഉമ്മയും തൻ്റെ പപ്പയോടും അമ്മച്ചിയോടും അവസാന യാത്ര പറച്ചിൽ കൂടി പറഞ്ഞു. തൻ്റെ നെറ്റിയിൽ ഉമ്മ ചുംബിച്ചപ്പോൾ അമീർ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവൻ്റെ ഹൃദയം വേദനിക്കുന്നതും എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ചുറ്റുമുള്ളവർ ഒരു സാധാരണ അയൽവാസി ബന്ധമായി അതിനെ കണ്ടപ്പോൾ ഞങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും പ്രണയത്തിൽ കണ്ണുകളുടെ ഭാഷയുടെ പ്രാധാന്യം എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എത്ര വട്ടമെന്ന് അറിയില്ല ആ കണ്ണുകൾ എന്നെ നോക്കി യാത്ര മൊഴിഞ്ഞു, എന്നെ ആശ്വസിപ്പിച്ചു. അവസാനം കാറിൽ കയറി. അവൻ ഫ്രണ്ട് സീറ്റിലിരുന്നു. അമ്മാവനാണ് ഡ്രൈവർ, ഉമ്മ ബാക്കിലും. വണ്ടി സ്റ്റാർട്ട് ചെയ്തതും എൻ്റെ അടിവയറ്റിൽ നിന്നും എന്തോ മുകളിലേക്ക് കയറിയ പോലെ വേദനിക്കുന്നു. ഹൃദയം ആരോ കോറി വരയിട്ട പോലെ. നിമിഷങ്ങൾ കൊണ്ട് ആ വണ്ടി മുന്നോട്ട് നീങ്ങി. അപ്പനും അമ്മയും ഉള്ളിൽ കയറി. താൻ നോക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണോ അറിയില്ല, തനിക്ക് വേണ്ടി മാത്രം ഒരു കൈ പുറത്തിട്ടുകൊണ്ട് യാത്ര പറയുന്നതിനെ നോക്കിക്കൊണ്ട് അവൾ ചിരിച്ചു. ഈ പ്രണയം റോസിൻ്റെ ജീവിതത്തിൽ അവസാനിച്ചുവോ? കർത്താവിൻ്റെ തീരുമാനം എന്തായാലും അത് സ്വീകരിക്കും എന്ന ഉറപ്പോടെ അവൾ നിശ്വസിച്ചു. അന്നത്തെ ദിവസം രാത്രി ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് മാത്രമേ വന്നുള്ളൂ. അവൻ നാട്ടിലെത്താൻ തന്നെ വൈകിപ്പോയിരിക്കുന്നു. ആകെ ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഒരു ഫോൺ കോൾ വിളിക്കാൻ അവൻ നിന്നില്ല. കട്ടി കിടന്നതും അവൻ ഉറങ്ങിപ്പോയി. പിന്നെ പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് തൻ്റെ ഫോണിൽ കാണുന്ന റോസിൻ്റെ മിസ് കോൾ കണ്ടത്. 10 മിസ് കോൾ ഉണ്ട് പെണ്ണിൻ്റെ, ഒപ്പം ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ്. അവൻ ചിരിച്ചുകൊണ്ട് അതിന് റിപ്ലൈ സോറി എന്ന് കൊടുത്തു. കോളേജിൽ പോയപ്പോഴും റോസിൻ്റെ മുഖത്ത് ഉഷാറില്ല. മനസ്സിൽ മുഴുവൻ ഇന്നലെ വീട് വിട്ടു പോയ ചെറുക്കനാണ്. അവൻ്റെ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ക്ലാസ്സിലിരിക്കുന്നത് തൻ്റെ ശരീരം മാത്രമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴും പപ്പയും മമ്മിയും പറയുന്നത് ഇന്നലെ പോയ അയൽക്കാരുടെ തിരിച്ചുപോക്കിനെ പറ്റിയാണ്. ഇതുപോലെ നല്ല അയൽക്കാരെ കിട്ടാൻ ഭാഗ്യം കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി. അവർക്കറിയില്ലല്ലോ എൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അവനെ വിളിക്കാൻ പോലും പേടിയാണ്. രാത്രി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഠിക്കുന്ന സമയം ഒരിക്കലും ഒരു ശല്യമാവരുത്. ഇനി ഫോൺ ആരെങ്കിലും എടുത്താലോ അവർ വലിയ കൂട്ടുകുടുംബം പോലെയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? അവളുടെ ചിന്തകൾ അതിവേഗം സഞ്ചരിച്ചു. പേരിന് പുസ്തകം തുറന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കി. അങ്ങനെ ഏകദേശം ഒരു 12 മണിയായതും കോൾ വന്നു. റോസ് വേഗം തൻ്റെ വാതിൽ ലോക്കല്ലേ എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു. റോസമ്മേ, അവൻ പ്രണയത്തോടെ വിളിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിടറി. ഇങ്ങനെ കരയാനാണോ പെണ്ണെ വിളിച്ചത്? എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് നിന്നെ ഞാൻ അവിടെയാക്കി പോകുന്നത്? ഇപ്പോൾ കുഞ്ഞി പിള്ളേരെ പോലെ മോങ്ങുന്നു. വല്ലാത്ത പെണ്ണ് തന്നെ. ശരിക്കും നീ എന്നേക്കാൾ മൂത്തതാണോ? അവൻ ചോദിച്ചു. പോവാമീ, എൻ്റെ വിഷമം എനിക്കല്ലേ അറിയൂ. ഞാനിപ്പോൾ ബാൽക്കണി നിൽക്കുക. നിങ്ങളുടെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നെഞ്ച് വേദനിക്കുന്നു. നീ പഠിക്കുന്ന മുറിയും നീ നിൽക്കുന്ന ബാൽക്കണിയെല്ലാം ഇപ്പോൾ ശൂന്യമാണ്. എനിക്ക് പറ്റുന്നില്ല. അവൾ വീണ്ടും കരഞ്ഞു. കരയാനാണെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. നോക്ക്, ഇപ്പോൾ ഞാൻ നിന്നെ കെട്ടിയാൽ നമ്മൾ രണ്ടുപേരും നട റോഡിൽ ഇറങ്ങേണ്ടി വരും. പഠിപ്പ് വേണ്ടേ? ജോലി വേണ്ടേ? കാത്തിരുന്നൂടെ ഇത്തിരി കൂടെ? ജീവിതത്തിൽ എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഈ രാത്രി നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ ഇത്രയും ദൂരെ നിന്ന് വിളിക്കുന്നതും എന്നെ മാത്രം ഓർത്ത് കരയുന്ന നീയും എല്ലാം പ്രണയത്തിൻ്റെ ഒരു ഭംഗിയല്ലേ? അമീർ ചോദിച്ചു. എനിക്ക് നിന്നെപ്പോലെ സാഹിത്യം പറയാനൊന്നും അറിയില്ല. ഐ മിസ് യു, അത്ര തന്നെ, അവൾ മൂക്ക് തുടച്ചുകൊണ്ട് പറഞ്ഞു. അവനൊരു പാട്ട് പോലെ മൂളിയതും അവൾ ആശ്ചര്യത്തോടെ അത് കേട്ടു. അമ്മി, നീ പാട്ട് പാടുമോ? നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. എനിക്ക് വേണ്ടി ഒന്നുകൂടി പാടുമോ? അവൾ ചോദിച്ചു. പാടിയാൽ നിനക്ക് ഇതൊരു ശീലമാകുമോ? അവൻ ചോദിച്ചു.
ശീലമായാൽ എന്താ കുഴപ്പം? എനിക്ക് വേണ്ടിയല്ലേ നീ പാടേണ്ടത്? അവൾ വാശിയിൽ പറഞ്ഞു. പാടാം, എൻ്റെ പെണ്ണിന് വേണ്ടി ഞാൻ പാടും. എല്ലാ രാത്രിയും നിന്നെ ഇങ്ങനെ പാട്ടുപാടി ഉറക്കും ഞാൻ. പോരെ? അമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി. അയ്യോ നിർത്തല്ലേ, ബാക്കി കൂടി അവൾ പറഞ്ഞു. ഇനി പാടിയാൽ എൻ്റെ ഉമ്മയും എളാപ്പയും എല്ലാം കൂടി എന്നെ പൊക്കിയെടുത്ത് തോട്ടിലെറിയും. മറ്റന്നാൾ എൻ്റെ പരീക്ഷയാണ് മോളെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നാളെ വിളിക്കൂലേ? അവൾ ചോദിച്ചു. ഇതേ സമയം വിളിച്ചിരിക്കും, അവൻ പറഞ്ഞു. പിന്നെ? റോസ് ചോദിച്ചു. പിന്നെ ഒന്നുമില്ല, ഉറങ്ങിക്കോ, അമ്മി പറഞ്ഞു. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ശരി, ഞാൻ സഹിച്ചു, നീ വെച്ചിട്ട് പോ. നാളെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, അമ്മി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ പോയതും റോസ് നീട്ടിയൊരു ഉമ്മ കൊടുത്തിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് സ്ക്രീനിൽ നോക്കി അവൾക്കും കൊടുത്തു ഒരു ഉമ്മ. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അവൻ്റെ പരീക്ഷയും കഴിഞ്ഞു. അവർ തമ്മിലുള്ള ഫോൺ സല്ലാപം ഏകദേശം 1 മാസം തുടർന്നു. തൻ്റെ മകൾ ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം സംരക്ഷിക്കുകയും രാത്രി നേരത്തെ വാതിൽ പൂട്ടിക്കിടക്കുന്നതും നാൻസി ശ്രദ്ധിച്ചിരുന്നു. അവളുടെ മാറ്റത്തിൽ എന്തോ സംശയം അവർക്ക് തോന്നിയിരുന്നു. അമീറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. രാത്രി 12 മണിക്ക് കോൾ ചെയ്ത് അവനെ വിഷ് ചെയ്തു അവൾ. ഒപ്പം അവനൊരു സർപ്രൈസ് കൂടി ഉണ്ട് പറഞ്ഞ് അവൾ തൻ്റെ കൈകൊണ്ട് വരച്ചു വെച്ച അവൻ്റെ രൂപം അവൾ നെഞ്ചോടൊതുക്കി. രാവിലെ 5 മണിവരെ ഫോണിൽ സംസാരിച്ചു അവർ. രാവിലെ മുറിയിലേക്ക് കയറിയ അമ്മ കാണുന്നത് ഫോൺ ഓപ്പണായി കിടക്കുന്നതാണ്. സംശയത്തോടെ അവർ ഫോൺ കയ്യിലെടുത്തു. അമീർ എന്ന് എഴുതിയതിൻ്റെ ഒപ്പം 2 കിസ്സിങ് ഇമോജി അതിലുണ്ട്. രണ്ടുപേരും ഉറക്കത്തിലാണ്. അവൻ്റെ ഉയർന്ന ശ്വാസതാളം ഫോണിലൂടെ കേൾക്കാം. നാൻസി ഞെട്ടലോടെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അവരുടെ ഉള്ളിൽ തൻ്റെ അയൽക്കാരനായ 20 വയസ്സിൽ താഴെയുള്ള ആ കൊച്ചുപയ്യൻ്റെ മുഖം തെളിഞ്ഞു. താൻ കരുതുന്നത് തന്നെയാണോ ഇപ്പോൾ നടക്കുന്നത് എന്നവർക്ക് സംശയം തോന്നി. അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. എന്നും പള്ളിയിലേക്ക് പോകുന്ന അമ്മച്ചി ഇന്ന് പോകാതെ വയറുവേദനയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്നു. ഒപ്പം അവളെയും വിട്ടില്ല. സോളമൻ മാത്രമാണ് അന്ന് പള്ളിയിലേക്ക് പോയത്. രാവിലെ തൊട്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അമ്മച്ചിയുടെ മുഖഭാവം കണ്ട് അവൾക്കൊന്നും സംശയം തോന്നിയില്ല. പള്ളിയിലേക്ക് പോകാതെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞത് അത്രയും നല്ലതെന്ന് അവൾക്ക് തോന്നി. ഞായറാഴ്ച ആയതുകൊണ്ട് അമീർ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് അവനെ വിളിക്കാമെന്ന് കരുതി അവൾ വേഗം തന്നെ മുറിയിൽ കയറി ഫോണെടുത്ത് അവനോട് സല്ലപിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മുറിയിലേക്ക് അമ്മ കയറി വന്നത്. വെപ്രാളത്തോടെ അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. മറുതലയ്ക്ക് നിന്ന് അമീർ സംശയത്തോടെ നിന്നു. ഇതിനു മുമ്പും അമ്മയുടെയോ അച്ഛൻ്റെയോ ശബ്ദം കേട്ടാൽ അവൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വിളിക്കാമെന്ന് കരുതി അവൻ കാത്തിരുന്നു. എന്താ മോളെ, അപ്പനെ അമ്മയും വിഡ്ഢിയാക്കാമെന്ന് കരുതിയല്ലേ? നാൻസിയുടെ വേറെ തന്നെ ഒരു മുഖമായിരുന്നു അപ്പോൾ റോസ് കണ്ടത്.